രഘുറാം രാജൻ പറഞ്ഞിരിക്കുകയാണ്, മുൻ നമ്മുടെ RBI ഗവർണറായിരുന്ന രഘുറാം രാജൻ പറയുകയാണ്, അമേരിക്കയുമായിട്ടുള്ള ഈ താരിഫ് യുദ്ധം, നമ്മൾ യുദ്ധത്തിന് പോയിട്ടില്ല, ഏകപക്ഷീയമായ യുദ്ധമാണ്. ആ യുദ്ധം നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന്, നമുക്ക് വല്ല ദോഷഫലങ്ങളും ഉണ്ടാകുമെന്ന്. എങ്ങനെയാണ് രഘുറാം രാജന്റെ ഒരു നിരീക്ഷണം? നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവുമോ? അദ്ദേഹം പറയുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ നമ്മളെ ബാധിക്കുമെന്നൊക്കെയാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെയാണ് താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനുള്ള 25% അധിക പിഴ. ഇത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആഘാതം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ചെറുകിട ഇന്ത്യൻ കയറ്റുമതിക്കാരെ, പ്രത്യേകിച്ച് ചെമ്മീൻ ഉൽപാദകർ, വസ്ത്രനിർമ്മാതാക്കൾ, ഇതെല്ലാം കടുത്ത രീതിയിൽ ഇവരെയൊക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ഉപജീവനം തന്നെ അപകടത്തിലാകും എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ചുള്ള ആശങ്ക ട്രംപിനുണ്ട് എന്നുള്ളത്. ട്രംപ് കരുതുന്നത് മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്യുന്നു എന്നാണ്. മറ്റൊന്ന് ടാരിഫിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ്. അത് പുറമേ നിന്നുള്ളവർ അടയ്ക്കുന്ന നികുതിയാണ്, അമേരിക്കക്കാർക്ക് ബാധിക്കില്ല എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് ശിക്ഷാത്മക ആയുധം എന്നാണ് പറയുന്നത്. അത് സൈനിക ഇടപെടലിനേക്കാൾ താരിഫ് ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തുക, അതായത് സൈനിക നടപടികളിലേക്ക് പോകുന്നതിന് പകരം താരിഫ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ ലക്ഷ്യമിട്ടത് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന കാര്യം, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നിവർക്കൊക്കെ ഏതാണ്ട് 20% മാത്രമാണ് താരിഫ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയെ പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടു എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 50%ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ അമേരിക്ക ഇന്ത്യയെ പ്രത്യേകമായി ശിക്ഷിക്കപ്പെടേണ്ട രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായി അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള നമ്മുടെ ഇറക്കുമതിയാണ്, ക്രൂഡ് ഇറക്കുമതിയാണ്. അപ്പൊ ക്രൂഡ് ഇറക്കുമതി കാരണം 50% താരിഫ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഉയർന്ന രീതിയിൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇപ്പൊ ബ്രിക്സ് ഒക്കെ ശക്തിപ്പെടുകയാണ്. അപ്പൊ ബ്രിക്സ് ശക്തിപ്പെടുമ്പോൾ അത് ആർക്കാണ് ദോഷം ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്തേണ്ട കാര്യമാണ്. അതെല്ലാം തിരിച്ച് ദോഷം ചെയ്യും. എന്തുകൊണ്ടാണ് ബ്രിക്സ് ശക്തിപ്പെടുമ്പോൾ പോലും അമേരിക്കയ്ക്ക് ഇത്രത്തോളം എന്താ പറയാ നെഞ്ചുവേദന ഉണ്ടാകുന്നത്? ആ നെഞ്ചുവേദന ഉണ്ടാകും ബ്രിക്സ് കറൻസി, ഡോളറിന് പകരം ബ്രിക്സ് കറൻസി വരുമെന്നുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർക്ക് ഈ ഒരു ആശങ്ക ഉണ്ടാകുന്നത്. അപ്പോൾ അമേരിക്ക സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പറയുന്നതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ താരിഫ് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ പെട്ടെന്നൊരു പ്രശ്നം വരികയാണ്. ആ പ്രശ്നത്തെ പരിഹരിക്കണമല്ലോ. നമുക്ക് കണ്ണടച്ച് പോകാൻ പറ്റില്ല. എന്തായാലും അമേരിക്കയുടെ കാല് പിടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമില്ല. അതിന് പകരം വഴികൾ തേടുക എന്നുള്ളതാണ്. നേരെ പോയി സറണ്ടർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് മറ്റു വഴികൾ കൂടി അന്വേഷിച്ച് ആ വാതിലുകൾ തുറക്കുമോ എന്നുള്ളത് കൂടി കണ്ടെത്തിയതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പോളിസി. അപ്പോൾ ആ കാലഘട്ടം വരെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഇത് ബാധിക്കും. ഇപ്പൊ തന്നെ 40 രാജ്യങ്ങളിലേക്ക് അധികം വസ്ത്ര കയറ്റുമതി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 250ഓളം രാജ്യങ്ങൾക്ക് നമ്മൾ വസ്ത്രങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെയാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. ഇതിൽ 40ഓളം രാജ്യങ്ങളെ പ്രധാനമായിട്ടും എടുത്ത് അവർക്കുള്ളത് ഇപ്പോൾ 4% കയറ്റുമതി ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ രഘുറാം രാജൻ അദ്ദേഹം പറയുന്നത്, ഇത് നീതി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, അധികാരത്തിന്റെ കളിയാണ്. ആരാണ് ഇന്ത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്നത്? എണ്ണ റിഫൈനർമാർ. എന്നാൽ ചെറുകിട കയറ്റുമതിക്കാർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇന്ത്യൻ നയം തിരുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് കൂടി പറയുന്നു. പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ലാഭകരമാണോ എന്നുള്ള സംശയം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ആ കാര്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ലാഭകരമായ രീതിയിൽ എണ്ണ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് പോലും. അതും ചൈനയ്ക്ക് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് 2ാം സ്ഥാനമാണ് ഇതിൽ ഉള്ളത്. രാജന്റെ നിർദ്ദേശങ്ങളുണ്ട്. എണ്ണയുടെ വില വിപണി നിരക്കിന് തുല്യമാണെങ്കിൽ അമേരിക്കയുടെ 50% താരിഫ് നേരിടുന്നതിനേക്കാൾ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്.
അപ്പോൾ ഇത് രണ്ടും പറയുന്നത് ഈ രഘുറാം രാജനാണ് എന്നുള്ള കാര്യവും ഉണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്കുള്ള ആഘാതം അദ്ദേഹം പറയുന്നുണ്ട്. വസ്ത്രനിർമ്മാണം, ചെമ്മീൻ ഉൽപാദനം, തുകൽ വ്യവസായം, ഇതൊക്കെ വളരെയധികം ഈ ഒരു താരിഫ് കൊണ്ട് ഏറെ പ്രശ്നത്തിൽ ഏർപ്പെടുന്ന ഒരു മേഖലയാണ് എന്നാണ് പറയുന്നത്. ബദൽ നിർദ്ദേശങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തുള്ള വിപണികളിലേക്ക് ശ്രദ്ധ തിരിക്കുക, ബ്രിക്സ്, ചൈന, റഷ്യ എന്നിവയുമായി പുതിയ വ്യാപാര കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക, വ്യാപാരവും നിക്ഷേപവും ആയുധമാകുന്ന ഒരു കാലമാണ് ഇത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്ന് വ്യാപാരവും നിക്ഷേപവും ധനകാര്യവും ആയുധമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ വൈവിധ്യം വരുത്തണം, ഒരേ ഒരു സുഹൃത്തിനെ മാത്രം ആശ്രയിക്കരുത്, അപകടമുണ്ട്, ചൈനയുമായി പോലും സഹകരിക്കാൻ തയ്യാറാവാം, എന്നാൽ ആശ്രിതരായി തീരരുത് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യയുടെയും പരിഷ്കാരങ്ങളുടെയും അവസരം കൂടി പറയുന്നുണ്ട്. അതായത് ഇതൊരു 1991 പോലെയുള്ള ഒരു അവസരം കൂടി നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ലോക വിപണിയിൽ മത്സരിക്കാൻ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് യാഥാർത്ഥ്യമായിട്ട് നടപ്പാക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ഭാവി കൂടി അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ പണപ്പെരുപ്പം ഉയരും, സാമ്പത്തിക വളർച്ച കുറയും എന്നാണ് പറയുന്നത്. മാന്ദ്യത്തിന്റെ ഭീഷണി യാഥാർത്ഥ്യമാകാം എന്ന് പറയുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ഒരു രീതി എന്ന് പറയുന്നത് പ്രതികാരമായിരിക്കില്ല. അമേരിക്കയുമായുള്ള സംഭാഷണം തുടർന്നുകൊണ്ടിരിക്കണം. പ്രതികാര മനോഭാവത്തോടു കൂടി അമേരിക്കയെ സമീപിക്കരുത് എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുക, അതായത് ചെമ്മീൻ ഇറക്കുമതി ചെയ്യുന്നവരോട് പോലെയുള്ള ഗ്രൂപ്പുകളിലൂടെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വാധീനമുള്ളവരെ സമീപിക്കുക, അതായത് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത ബന്ധമുള്ളവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് 4 തവണ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഇന്ത്യ കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത വഴി എന്ത് എന്നുള്ളത് ഇന്ത്യക്ക് മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ആ വഴികളിലേക്ക് പോവുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഗവൺമെന്റാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതനുസരിച്ചുള്ള രീതികളിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മൾ ഭയന്നിരിക്കാൻ പോയാൽ നമ്മുടെ ചെറിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ പോലും അങ്ങനെയല്ല. ഭയന്നിരിക്കാൻ പോയാൽ പിന്നെ മുന്നോട്ട് നമുക്ക് ഒരടി വെക്കാൻ പറ്റില്ല. മറിച്ച് ആ പ്രശ്നത്തെ ഫേസ് ടു ഫേസ് കാണുകയും അതിനുള്ള മറുമരുന്ന് നമ്മൾ ചിന്തിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആയാസരഹിതമായിട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറയാം. ഇത് ഇന്ത്യക്ക് ഒരു ഉണർവ് വിളിയാണ്. ഒരേ ഒരു രാജ്യത്തിനെ അമിതമായി ആശ്രയിക്കാതെ ആഗോള വിതരണ ശൃംഖലകളിൽ സ്ഥാനം ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. യാഥാർത്ഥ്യ ബോധമുള്ള സാമ്പത്തിക നയങ്ങളിലൂടെയും ബഹുമുഖ നയതന്ത്രങ്ങളിലൂടെയും മാത്രമേ ഇന്ത്യക്ക് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് രഘുറാം രാജൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് എന്നൊരു തരത്തിൽ പറയാം. കാരണം പെട്ടെന്നൊരു വാതിൽ നമുക്ക് മുമ്പിൽ അടയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അത് ഇന്ത്യക്ക് മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ കവച്ചു വെക്കാവുന്നതാണ് നമ്മുടെ ആഭ്യന്തര വിപണി തന്നെ. 146 കോടിയുടെ ഒരു ആഭ്യന്തര വിപണി നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്വദേശി മൂവ്മെന്റ് ഒക്കെ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്കും നമ്മൾ മുട്ടുന്നുണ്ട്. അതായത് മുട്ടുകയല്ല, അവർ നമ്മളെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിപണി ഞങ്ങൾക്ക് വേണം എന്നുള്ളത് അവർ സ്വീകരിച്ച് ആനയിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.